ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നെ ഹെയറും എല്ലാം കണ്ടിട്ട് നിങ്ങൾ വേറൊന്നും തെറ്റിദ്ധരിക്കേണ്ട ഗൈസ്. കാരണം ഞാനിപ്പോൾ മുടിയൊക്കെ എന്തൊക്കെയോ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുവാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അഴിച്ചിട്ട് ഇപ്പം ഞാൻ കരിഭൂതം പോലെ ഇരിക്കും. അപ്പം ഇന്ന് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട അതിഥികൾ നമ്മുടെ വ്ളോഗിലോട്ട് വരും. ഒരാളെ നിങ്ങൾക്ക് ഭയങ്കര പരിചയമായിരിക്കും. നിങ്ങൾ എൻ്റെ വ്ളോഗ് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരു ഫേസ് ആയിരിക്കും. വേറൊരാളെ നിങ്ങൾക്ക് പരിചയം കാണും. നിങ്ങൾ ആ ഒരു വ്ളോഗ് അത്രമാത്രം ഇരുന്ന് കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും മറ്റേ ആൾ ആരാണെന്ന്. സോ നമ്മൾ ആരാണെന്നൊന്നും ഞാൻ ഇപ്പോഴേ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾ വരും നിങ്ങൾക്ക് മനസ്സിലാവുക ഗൈസ്. ഇപ്പം ആൾ ആക്ച്വലി രാവിലെ ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത് 7 മണിക്ക്. ഞാൻ വിചാരിച്ചു 7 മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ 6:30 എണീറ്റ് ബോഡിയൊക്കെ വാഷ് ചെയ്ത് തുണിയൊക്കെ തേച്ച് മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നേ. അപ്പം ഞാൻ രാവിലത്തെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ആളിനെ ഞാൻ 7 മണിക്ക് വിളിച്ച് ഹലോ നീ ഇറങ്ങിക്കഴിഞ്ഞ് ഓട്ടോ കയറിയെന്ന് വിളിച്ചപ്പോൾ ചോദിക്കും പറയാണ് അയ്യോ ഞാൻ കിടന്ന് ഉറക്കത്തിന് സ്വപ്നം കണ്ട് എണീറ്റില്ലടി ഞാൻ ഉറങ്ങിപ്പോയെന്ന്. അപ്പോൾ പിന്നെ ഇനി അവിടെ നിന്ന് ഇനി ഉറക്കമൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് അവൾ സാരിയാണ്. അവൾ സാരി എടുക്കണമെങ്കിൽ ഞാൻ സാരി കൊടുക്കണം. അപ്പം ബൈ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. എന്തായാലും അവള് വന്നിട്ട് പറയാം, അതായിരിക്കും നല്ലത്. ഞാൻ ഒറ്റയ്ക്ക് പറയുന്നേക്കാളും നമ്മൾ വൈബായിട്ട് പറയാം. ഓക്കെ, അപ്പം ഞാൻ സാരിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവള് വന്നിട്ട് എന്നെ സാരി ഉടുപ്പിച്ചിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, അവൾ വന്നിട്ട് ഞാൻ ബാക്കി വ്ളോഗ് എടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഷോർട്സ് ആണ് ഇടുന്നത്, വലിയ വ്ളോഗിങ് ഇടുന്നില്ല. പക്ഷേ ഈ കണ്ടിന്യൂസ് ആയിട്ടും ഗൈസ്, കാരണം എക്സാം ആയിരുന്നു എനിക്ക്. കഴിഞ്ഞ ഈ ഒരു വീക്ക് കംപ്ലീറ്റ് എക്സാം ആയിരുന്നു. ഒരു ദിവസം മുഴുവൻ എനിക്ക് ഫ്രീ ഇല്ലാതെ എക്സാം ആയിരുന്നു. ഇനിയുണ്ട് എനിക്ക് 2 എക്സാം. അപ്പം എനിക്ക് ഇനി പറ്റുന്ന സമയത്തൊക്കെ ഓരോന്ന് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഈ വ്ളോഗ് ഞാൻ ഇന്ന് തന്നെ എടുക്കുകയും ചെയ്യും. മേ ബി ഇന്ന് രാത്രി തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അവള് വന്നിട്ട് കാണുക ഗൈസ്. ആരാന്ന് നിങ്ങൾ കണ്ടറിയൂ ഗൈസ്. യാ കുളിച്ചാടി നീ? കുളിച്ചാ? തല വിളിച്ചില്ല, എന്റെ എല്ലാ സീക്രറ്റ്സ് റിവീൽ ചെയ്തു. വരുമെന്ന് പറഞ്ഞ നേരത്തെ 7 മണിക്ക് ഞാൻ 7 മണിക്ക് ഞാൻ ഉറങ്ങിപ്പോയി. എന്റെ പ്രിൻസിപ്പൾ സത്യം ഞാൻ സന്തോഷം ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞ് സന്തോഷിച്ച് കിടക്കുന്നു. മതി എടുത്തത്. എനിക്ക് ഇന്ന് ഞാൻ നിന്നെ നാറ്റിക്കോടി. ഇതൊന്നും ചെയ്യൂല, പേടിക്കണ്ട, ഒന്നും ചെയ്യൂല. ചുമ്മാ നടന്ന വേണ്ട ഇവക്ക് സാരി കൊടുക്കാൻ അറിഞ്ഞൂടാ. ഞാൻ കഷ്ടപ്പെട്ടാണ്. അവളാണ് എടുത്തത്. ഇപ്പൊ എല്ലാം കുളമായി. അവിടെ ചെന്നിട്ട് നേരാക്കിയിട്ട് കാണിച്ചു തരാം. കൊളായെന്ന് വെച്ചാൽ ഞാൻ ഉടുപ്പിച്ച് ഓട്ടോയ്ക്ക് പണ്ടൊക്കെ അനക്ക് നെറ്റിപ്പട്ടം കെട്ടി കിടക്കുന്നതാണ് അവൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞില്ല. ഞാൻ വന്നിട്ട് പറയാനാണ് പറഞ്ഞത്. നമ്മൾ പത്മനാഭസ്വാമി ടെമ്പിൾ ഡേറ്റിന് പോകണം. 3 പേര് മാത്രം. ഞാൻ ആദ്യമായിട്ടാണ് പോണം. ഇവിടെ ഫസ്റ്റ് ആലോചിച്ച് നോക്കണേ. തിരുവനന്തപുരത്ത് 19 വർഷമായിട്ട് കിടക്കണ പുതുക്കി ഇവിടെ ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ല. ആ അമ്പലത്തിൽ മാത്രം. ഏത് തിരുവനന്തപുരക്കാരിയായിരുന്നു? പേടിയായിരുന്നു കേസ്. പേടിപ്പിച്ചു. അതൊരു വലിയ കഥയാണ്, ഞാൻ പറഞ്ഞു തരാൻ. ചുമ്മാ മുളു എല്ലാം കൂടും. ഇവളെ വിശ്വസിക്കരുത്. ഇവള് പലതും എന്നെ കുറിച്ച് പറയാ. അപ്പം അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ പോസ്റ്റ് ഇല്ലടി ചെയ്യലെന്നറിയാം. കാണിച്ചു തരാം. അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കാൻ കഴിയും. ഇടയ്ക്ക് ഇനി ഒരാളെ കൂടെ എൻട്രി ഉണ്ട്. അവരെ കൂടെ കാണിക്കണം. രണ്ടെണ്ണത്തിന് ഞാൻ നാട്ടിക്ക് ഇതിന് മുണ്ടായി. ഇത് ശീലമാണ്, നിങ്ങളൊന്നും വിചാരിക്കല്ലേ. നല്ല ഊളായിട്ടുണ്ട്. ഫൈനലി ഞാൻ കുറെ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് താമസിച്ചതിന് ശേഷം ഞാൻ എന്താ ഇവരൊക്കെ ഇവിടെ സ്ഥിരം വരുന്ന ആൾക്കാരാണ്. അവരുടെ കൂടെയാണ് ഞാൻ പോകുന്നത്. സാരിയൊക്കെ മൊത്തത്തിൽ കുളമായി ഗൈസ്. നമുക്ക് അവിടെ ചെന്ന് അകത്തൊന്ന് സെറ്റ് ചെയ്യാം. എടാ
ഭയങ്കര തിരക്കായിരിക്കും അല്ലേ ഇന്ന്? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അകത്തോട്ട് കേറിയതിന് ശേഷം ബാക്കി വിശേഷം അകത്തോട്ട് കയറിയതിന് ശേഷം ഞാൻ ബാക്കി വിശേഷം നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് കഴിഞ്ഞ് 4 മണിക്കൂർ നമ്മൾ അതിൻ്റെ അകത്തായിപ്പോയി അല്ലേ? 4 മണിക്കൂർ ആഗ്രഹം പോലെ തൊഴുത്. ആഗ്രഹം പോലെ തൊഴുത് ആദ്യമായിട്ട് കണ്ടതുപോലെ. ചുമ്മാ പറഞ്ഞതാ സേവ ടിക്കറ്റ് വഴി ഒന്ന് കയറ്റിട്ടുണ്ടെങ്കിൽ ടിക്കറ്റും ഇല്ലാണ്ട് ഞങ്ങൾ വെറുതെ കരുതുന്നത്. പക്ഷെ ഇത്ര നേരം നമ്മൾ നല്ലപോലെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്നാലും 4 മണിക്കൂർ എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ലക്ഷദ്വീപം നടക്കുന്നത്. അപ്പൊ അതിന് മാത്രം തിരക്കുണ്ട്. ഇവിടെ പുറത്ത് വരെ ക്യൂ ആയിരുന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഊട് വഴി കയറി അകത്ത്. 4 മണി നമ്മള് ഫസ്റ്റ് വിസിറ്റ് ആയിരുന്നു. നീ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു? അടിപൊളിയായിരുന്നു. കാരണം പ്രത്യേകിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല. മൊത്തം ബ്ലാങ്ക് ഔട്ട് ആയിരുന്നു. കാരണം ഇവര് പറഞ്ഞ വലിയൊരു പ്രതിമയാണ് വിഷ്ണുവിന്റെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം അതിൻ്റെ അകത്ത് കയറുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മുടെ കൂടെ ഒരാളുണ്ട് കേട്ടോ. ഇതൊക്കെ കാണിച്ചു കൊടുക്കും. വല്ലവരുടെയും ഫോട്ടോ എടുത്ത് നിൽക്കണത്. വരുന്നു. ഹൈ ഗൈസ് പറ. ഇതെന്തിരിത് ഹൈ ഗൈസ് പറയണ്ടേ? ഞങ്ങളുടെ വ്ളോഗ് പോലെ ആവണ്ടേ? എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇനി അടുത്തൊരു തവണയും കൂടെ വന്നാലും നല്ലൊരു തൊഴിലാളിയായിട്ട് പറ്റുള്ളൂ. അങ്ങനെയല്ല, ഇവർക്ക് മനസ്സിലായത് അകത്ത് എങ്ങനെയാണ്. കണ്ടിട്ട് നിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? മുഖമൊക്കെ നല്ലായിരുന്നു. കാരണം ഇവര് വലുതാണെന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പൊ വലുതല്ലേ? വലുതാണെന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയായിരുന്നു അത് എന്തായാലും എന്താണ് കാണുമ്പോൾ എനിക്ക് അത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പേടിയാവോ പേടിയൊന്നും ആയില്ല. വീട്ടുകാർ പറഞ്ഞ് പേടിപ്പിച്ച് കഴിച്ചു. ഇങ്ങനെ മുണ്ട കഴിഞ്ഞു ഇടയ്ക്ക് വെച്ച്. എന്നുവെച്ചാ ഇടയ്ക്ക് ഇവള് നട കയറുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് പേടിയാണ്. ഞാൻ തിരിച്ചോടാന്ന് പറഞ്ഞു. ഞാൻ പിടിച്ച് വലിച്ച് കയറ്റിയോ ചെയ്തു. ഭയങ്കര ഇടിച്ചെന്ന് വെച്ചാൽ മുടി വലിച്ചു കുറെ പൊട്ടിച്ച്. പക്ഷെ തൊഴുത് ഇറങ്ങി. പക്ഷെ ഇന്നാണ് തൊഴുതിട്ട് ഒന്നുകൂടെ ഞാൻ ഇവളെ പിടിച്ചു വീണ്ടും തൊഴുതിപ്പിച്ച്. ഞങ്ങൾ രണ്ടുകൂടെ തൊഴുതു. പക്ഷെ അടിപൊളിയായിരുന്നു. ഇടിച്ച് തകർത്തിട്ട് ഞങ്ങളെ പിടിച്ച് കയറ്റി. ഇവിടെ എന്തിനോ സംഭവമൊക്കെ നടക്കണം. അതുകൊണ്ട് ഭയങ്കര തിരക്ക്. ഇനി നമ്മള് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിൽ പോകാം ഗൈസ്. അപ്പൊ കഴിക്കാൻ നേരത്ത് കാണിക്കാം. ബൈ പറ. ബൈ. ഇവരൊക്കെ നടക്കുക. നമ്മളിപ്പം ഒരു ജ്യൂസ് കുടിക്കാൻ പോകുന്നു. 4 മണിക്കൂറായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് എന്നെ ഒന്നും കാണാൻ പറ്റില്ല ഗൈസ്. ഞാൻ ഇവിടെ അധികം വ്ളോഗ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഫോൺ എടുത്തോണ്ട് പോയാൽ അറിയില്ല. ഞാൻ പിന്നെ എടുക്കാത്ത തട്ടിപ്പറിച്ചുകൊണ്ട് പോയാലോ. ഞാൻ എൻ്റെ തൊണ്ട് കണ്ട അവർ ഫ്രണ്ടിൽ പോണ്. നമുക്ക് നോക്കാം. അല്ല കുടിക്കാം. വെള്ളം തയ്ച്ചിട്ട് വയ്യ. 4-5 മണിക്കൂർ നിന്ന് വയ്യ ഗൈസ്. അയ്യോ. ഓക്കെ, നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കഴിക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഇതാണ് കഴിക്കാൻ പോകുന്നത്. അതെ ഗൈസ്, കേട്ടോ ഗൈസ്. ക്യാമറയുടെ ഫ്രണ്ടിൽ വരത്തില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുടിക്കുകയാണ് ഗൈസ്. ശിവകാശിയുടെ പാട്ട്. ശിവകാശി. നമ്മൾ തിരിച്ച് ഊട്ടിയിലോട്ട് കയറി. നമ്മളിനി ഐശ്വര്യ ഹോട്ടലിൽ ഫുഡ് എടുക്കാം. ഭയങ്കര തിരക്ക് ഗൈസ്. 1:40 എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഇത് കഴിക്കാം. സത്യം ഒരു ലൈം ജ്യൂസും കൂടെ വേണ്ടി വരും കേട്ടോ എനിക്ക്. അവ എന്നൊരു നോട്ടം ഗൈസ്. ശസാം അഡിക്റ്റാണ് ഗൈസ്. എസ്പെഷ്യലി അവൻ ടോക്സിക്കിന്റെ ഷസാമിന്റെ റിയാക്ഷൻ അല്ല വേണം. ആരുടെ റിയാക്ഷൻ ഞങ്ങൾക്ക് റിയാക്ഷൻ. യെസ്, നമ്മളിത് തിന്നാനായിട്ട് കാണിക്കാം ഗൈസ്. അയ്യോ ഗൈസ്, നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇപ്പം 2 ബിരിയാണി കഴിച്ച്, ചിക്കൻ ഫ്രൈ കഴിച്ച്, ലൈം ജ്യൂസ് കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. തളർന്ന അവശനായി. വീഡിയോ
എടുക്കണം ഞങ്ങളെ അത് തന്നെ വടക്കോട്ടൊക്കെ തെക്കോട്ടൊക്കെ തടുക്കും. ചത്ത പോരാനിരിക്കണം. അപ്പം ഇനി ഞാൻ വൈകിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ അതും കൂടി ഇതിൽ ആഡ് ചെയ്യാം. കാരണം ഇപ്പോഴേ വ്ളോഗ് ചെറുതാണ്, കുറച്ചും കൂടെ വലുതായിട്ടാണ്. ഞങ്ങളുടെ റീലൊക്കെ ആഡ് ചെയ്യും. അതൊക്കെ ആഡ് ചെയ്യും. എല്ലാ ഷോർട്സും എല്ലാം ഞാൻ ആഡ് ചെയ്യാം. ആകെപ്പാട് പിച്ചത്തെറ്റിയാണ് എനിക്ക് ഇത്രയാണ്. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്. അപ്പം അടുത്ത ആഴ്ച നോക്കട്ടെ. അയ്യോ വെടിനൊരു അഭിഷേകം ഒരുങ്ങി. അപ്പൊ ശരി ഗൈസ്. ഇതങ്ങനെ ആയുഷിന്റെ കൈ കിട്ടിയ അയ്യോ നശിപ്പിച്ച് തരും. അത് തന്നെ. ഇപ്പൊ എവിടെ എത്തി? ചാക്ക നേരെ പോകുമ്പോ അറിയാ നേരെ പോകുമ്പോഴാണ് അവന്റെ വീട്. ആരാ? ഓ ഗൈസ്. അപ്പൊ അഭിഷേകിന്റെ വീട് ഇവിടെ ആയിരിക്കും. അവൻ ഇപ്പൊ ഇറങ്ങും. ടാറ്റാ, ബൈ 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 ബൈ. ഞാനിപ്പം ഇറങ്ങും. ഓക്കെ, എനിക്കൊരു ഡാൻസിനും പോകണം. എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് ഒരു ഇതുണ്ട്. ഞാനിപ്പോൾ പറയുന്നില്ല എന്തായാലും. ഉറക്കവും വേണം. ഓക്കെ ഗൈസ്, അപ്പം